ജയ്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 10 നിർദ്ദേശങ്ങളാണ് ഇറാൻ അമേരിക്കയ്ക്ക് മുന്നിലേക്ക് വെച്ചത്. അതിലേറ്റവും പ്രധാനം, നമുക്കറിയാം അമേരിക്ക എന്തിനാണ് യുദ്ധം തുടങ്ങിയത് എന്നുള്ളത്. ആണവ സമ്പുഷ്ടീകരണം ഇറാൻ നിർത്തണമെന്നുള്ള ആവശ്യമായിരുന്നു. പക്ഷേ അത് തുടരുമെന്നാണ് ഇറാൻ പറഞ്ഞിരിക്കുന്നത്. ഉപരോധങ്ങൾ, അമേരിക്ക ഇറാനെതിരെ ലോകരാജ്യങ്ങൾ ഉണ്ടാക്കിയ ഉപരോധങ്ങൾ നിരവധിയുണ്ട്. അത് പൂർണ്ണമായും മാറ്റണം എന്ന് ഇറാൻ ആവശ്യപ്പെടുന്നുണ്ട്. അതും അമേരിക്ക സമ്മതിച്ചു എന്ന് വേണം കരുതാൻ. ഒപ്പം ഹോർമുസിന്റെ നിയന്ത്രണം അത് തങ്ങൾക്ക് നൽകണം, തങ്ങളാകും നിയന്ത്രിക്കുക എന്ന് ട്രംപ് പലപ്പോഴും വീരവാദം അടിക്കാറുണ്ടായിരുന്നു. അത് പക്ഷേ ഹോർമുസ് ഞങ്ങളുടെ സേനയായിരിക്കും തുറക്കുക, ഞങ്ങളുടെ സേന നിയന്ത്രിക്കും എന്ന് വളരെ കൃത്യമായി തന്നെ പറയുകയാണ്. ഒപ്പം മറ്റൊരു പ്രധാനപ്പെട്ട ആവശ്യം ഈ നാശനഷ്ടങ്ങൾക്ക് നഷ്ടപരിഹാരം നൽകണം എന്നുള്ളതാണ്. ഒപ്പം ആ മേഖലയിൽ നിന്ന് അമേരിക്കൻ സേന പൂർണ്ണമായും പിന്മാറണം. തങ്ങൾക്ക് നേരെയും തങ്ങളുടെ സഖ്യകക്ഷികൾക്ക് നേരെയും, ഇപ്പോൾ ലെബനോൻ പോലെയുള്ള രാജ്യങ്ങൾക്ക് നേരെയുമുള്ള ആക്രമണം പൂർണ്ണമായും അമേരിക്കയും സഖ്യകക്ഷികളും നിർത്തണമെന്നാണ്. അതും അംഗീകരിച്ചു എന്ന് കരുതണം. എന്തൊക്കെയാണ് ഈ പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങൾ ഇറാൻ മുന്നോട്ട് വെച്ചത് അജയ്? നമുക്ക് ആ ഗ്രാഫിക് കാർഡിലൂടെ വളരെ കൃത്യമായി അതൊന്ന് കാണിക്കാം. രഞ്ജിത്ത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇപ്പോൾ പല കാര്യങ്ങളും, അതായത് ഇറാൻ മുന്നോട്ട് വയ്ക്കുന്ന 10 നിർദ്ദേശങ്ങളും അമേരിക്കയുടെ 15 നിർദ്ദേശങ്ങളുമുണ്ട്. ഇവ പല കാര്യങ്ങളും പരസ്പരം ഒരു കോൺട്രഡിക്ടറി ആണെന്ന് നമുക്ക് കാണാൻ സാധിക്കും. ആദ്യം നമുക്ക് ഇറാന്റെ 10 നിർദ്ദേശങ്ങൾ തന്നെ നോക്കാം. ഇതിൽ ആദ്യത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ യുദ്ധം പൂർണ്ണമായി അവസാനിപ്പിക്കുക, അതുമാത്രമല്ല മേഖലയിലുള്ള എല്ലാ ആക്രമണങ്ങളും അവസാനിപ്പിക്കുക. ഇത് ഈ ഒരു രണ്ടാമത്തെ പോയിന്റിലൂടെയാണ് രഞ്ജിത്ത് നേരത്തെ പറഞ്ഞ ഇറാന്റെ സഖ്യകക്ഷികളെയും ആക്രമിക്കില്ല എന്നുള്ള കാര്യം ഇറാൻ വ്യക്തമാക്കിയത്. ഇറാനെ ആക്രമിക്കാൻ പാടില്ല, ഇറാന്റെ സഖ്യകക്ഷികളെയും ആക്രമിക്കാൻ പാടില്ല. അതുപോലെ ഭാവിയിലും ഇറാനിലേക്ക് ഒരു തരത്തിലും ആക്രമണങ്ങൾ ഉണ്ടാകരുത് എന്നവർ എടുത്തു പറയുന്നുണ്ട്. US-ന്റെ ഇറാന് മേലുള്ള എല്ലാ അന്താരാഷ്ട്ര ഉപരോധങ്ങളും, ഇത് വർഷങ്ങളായി തന്നെ ഇറാൻ നേരിടുന്ന ഒരു പ്രതിസന്ധിയാണ്. ക്രൂഡ് ഓയിലിന്റെ കാര്യത്തിലാണെങ്കിലും പാചകവാതകത്തിന്റെ കാര്യത്തിലാണെങ്കിലും മറ്റ് എല്ലാവിധ വസ്തുക്കളുടെ ഇറക്കുമതിയുടെ കാര്യത്തിലാണെങ്കിലും US-ന്റെ വലിയ ഉപരോധം ഇറാന് മേൽ നിലനിൽക്കുന്നുണ്ട്. ഇത് കാരണം ഇന്ത്യ പോലും ഇറാനിൽ നിന്ന് മുൻപ് ക്രൂഡ് ഓയിൽ വാങ്ങിച്ചിരുന്നത് പിന്നീട് കുറയ്ക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ അത്തരം ഉപരോധങ്ങൾ അവസാനിപ്പിക്കുക, ഇത് വളരെ നിർണായകമായിട്ടുള്ള ഒരു പോയിന്റാണ്. അത് മാത്രമല്ല US സൈന്യത്തെ മേഖലയിൽ നിന്ന് പൂർണ്ണമായി പിൻവലിക്കുക എന്നുള്ള ഒരു ആവശ്യം ഇറാൻ പറഞ്ഞിട്ടുണ്ട്. അടുത്ത പോയിന്റ് ഒരു വലിയ കോൺട്രഡിക്ഷനാണ് ഈ ചർച്ചകളിലുള്ള. അതായത് ഇറാന്റെ ആണവ അവകാശങ്ങൾ അംഗീകരിക്കുക, അതും യുറേനിയം സമ്പുഷ്ടീകരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അംഗീകരിക്കുക എന്നുള്ള ആവശ്യം ഇറാൻ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. എന്നാൽ ഈ ആവശ്യം അമേരിക്കയുടെ ആവശ്യത്തിന് നേരെ വിരുദ്ധമായിട്ടുള്ള കാര്യമാണ്. അമേരിക്കയുടെ ആവശ്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാം. അതായത് ഈ അടുത്ത ആവശ്യം എന്ന് പറഞ്ഞാൽ ഹോർമുസ് കടലിടുക്ക് ഈ ഒരു ആക്രമണങ്ങൾ അവസാനിപ്പിച്ചാൽ മാത്രം പൂർണ്ണമായിട്ടും തുറക്കും. അതുപോലെ ഇറാൻ ഹോർമുസ് കടലിടുക്ക് നിയന്ത്രിക്കും എന്നുള്ളൊരു കാര്യം കൂടി മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഈ രണ്ട് ആവശ്യങ്ങളും നിലവിൽ അംഗീകരിക്കപ്പെട്ടിട്ടുണ്ട്. ഇറാൻ തന്നെയാണ് ഹോർമുസ് കടലിടുക്ക് തുറന്നിട്ടുള്ളത്, ഇറാൻ തന്നെയാണ് നിലവിൽ അത് നിയന്ത്രിച്ചു വരുന്നതും. അതുപോലെ യുദ്ധത്തിൽ ഇറാനുണ്ടായിട്ടുള്ള എല്ലാ നഷ്ടങ്ങൾക്കും പരിഹാരം കാണുക, എല്ലാവിധ നഷ്ടപരിഹാരങ്ങളും നൽകുക, ഈ ഒരു ആവശ്യം ഇറാൻ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അവസാനത്തെ വ്യവസ്ഥ, ഇറാൻ മുന്നോട്ട് വയ്ക്കുന്ന അവസാനത്തെ വ്യവസ്ഥ അമേരിക്കയുടെ വ്യവസ്ഥയുമായി ചെറിയൊരു കോൺട്രഡിക്ഷൻ ഉള്ളതാണ്. അതായത് വ്യവസ്ഥകൾ സമ്മതമാണെങ്കിൽ അടിയന്തരമായി വെടിനിർത്തൽ പ്രഖ്യാപിക്കും എന്നുള്ള കാര്യമാണ് പറയുന്നത്. എന്നാൽ നിലവിൽ അങ്ങനെയല്ല നടന്നിട്ടുള്ളത് നമുക്ക് കാണാൻ കഴിയും. ആദ്യം വെടിനിർത്തൽ പ്രഖ്യാപിച്ചിട്ടാണ് ഈ വ്യവസ്ഥകളിലെ ചർച്ചകൾ നടക്കുന്നത്. എന്നാൽ ഇറാൻ ആദ്യം പറഞ്ഞത് വ്യവസ്ഥകൾ ചർച്ച ചെയ്ത് അംഗീകരിച്ചതിന് ശേഷം വെടിനിർത്തലാകാമെന്നുള്ളതാണ്. ഇതിൽ അമേരിക്കയ്ക്ക് ഒരു നയതന്ത്ര വിജയം ഇതിൽ ലഭിച്ചിട്ടുള്ളത് ആണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. ഇനി അമേരിക്കയുടെ വ്യവസ്ഥകൾ നമുക്ക് നോക്കാം. ഇതിൽ ആദ്യത്തെ അമേരിക്ക മുന്നോട്ട് വയ്ക്കുന്ന ആദ്യത്തെ വ്യവസ്ഥ തന്നെ ഇറാൻ നിലവിൽ അംഗീകരിച്ചിട്ടുള്ള ഇറാന്റെ വ്യവസ്ഥകളിൽ നിന്നുള്ള കോൺട്രഡിക്ഷൻ ആയിട്ടുള്ള പോയിന്റ്സ് ആണെന്ന് നമുക്ക് കാണാൻ കഴിയും. അതായത് യുറേനിയം സമ്പുഷ്ടീകരണം പരിമിതപ്പെടുത്തുക, ഇറാനിൽ ഉള്ള യുറേനിയം സമ്പുഷ്ടീകരണം പരിമിതപ്പെടുത്തുക. ഏതാണ്ട് 400 പൗണ്ടിലധികം യുറേനിയം ഇറാന്റെ പക്കൽ ഉണ്ട് എന്നാണ് അമേരിക്ക വിലയിരുത്തുന്നത്. മാത്രമല്ല അന്താരാഷ്ട്ര ആണവ പരിശോധനകൾക്ക് ഇറാൻ വിധേയമാകണം എന്നൊരു കാര്യം US മുന്നോട്ട് വയ്ക്കുന്നു. പിന്നെ ഒരു കാര്യം, ആണവായുധം നിർമ്മിക്കാൻ പാടില്ല എന്നും US പറയുന്നു. അതായത് ഇപ്പോഴെന്നല്ല ഭാവിയിലും ആണവായുധങ്ങൾ നിർമ്മിക്കാൻ പാടില്ല. ഇനി അടുത്ത US-ന്റെ ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ US-നെയും അവരുടെ മറ്റ് സഖ്യകക്ഷികളെയും ആക്രമിക്കാൻ പാടില്ല. അതായത് പശ്ചിമേഷ്യയിലുള്ള മറ്റ് രാജ്യങ്ങളിലേക്കുള്ള ആക്രമണങ്ങളും പൂർണ്ണമായിട്ടും അവസാനിപ്പിക്കണം. അതുപോലെ മറ്റ് സായുധ ഗ്രൂപ്പുകൾക്കുള്ള സഹായങ്ങൾ അവസാനിപ്പിക്കണം. അതായത് ഹിസ്ബുള്ള ഗ്രൂപ്പ്, ഹൂതികൾ തുടങ്ങിയിട്ടുള്ള സായുധ സംഘങ്ങൾക്ക് ഉള്ള ഒരു ധനസഹായങ്ങൾ, ആയുധ വിതരണം, ഇതെല്ലാം ഇറാൻ അവസാനിപ്പിക്കണം എന്നൊരാവശ്യം US മുന്നോട്ട് വയ്ക്കുന്നു. പിന്നെ ഹോർമുസ് കടലെടുക്ക് വഴിയുള്ള ഗതാഗതം നിയന്ത്രിക്കരുത്, എന്നാൽ നിലവിൽ അത് ഇറാൻ നിയന്ത്രിക്കുന്നു എന്നൊരു കാര്യം കൂടിയുണ്ട്. ഇക്കാര്യം
കാര്യത്തിലും ചെറിയൊരു കോൺട്രഡിക്ഷൻ ഉണ്ട്. പിന്നെ മറ്റൊരു കാര്യമെന്ന് പറയുന്നത് ഇസ്രായേലുമായിട്ടുള്ള സംഘർഷങ്ങൾ അവസാനിപ്പിക്കുക. മറ്റ് ഗൾഫ് നാടുകളിലും സംഘർഷം നടത്താൻ പാടില്ല. ഇപ്പോൾ ഇസ്രായേലുമായിട്ടുള്ള സംഘർഷം അവസാനിപ്പിക്കുക. പശ്ചിമേഷ്യൻ രാജ്യങ്ങളിലേക്കുള്ള ആക്രമണങ്ങളും ഉടൻ അവസാനിപ്പിക്കുക. നിലവിൽ ഇപ്പോൾ പല രാജ്യങ്ങളിലേക്കും ഇറാന്റെ മിസൈൽ വർഷം ഉൾപ്പെടെ നടത്തുന്നുണ്ട്. അത് അവസാനിപ്പിക്കുക എന്നൊരാവശ്യം US മുന്നോട്ട് വയ്ക്കുന്നു. പിന്നെ സമീപ രാഷ്ട്രങ്ങളുടെ ഒരു പരമാധികാരം അംഗീകരിക്കുക. പിന്നെ അടിയന്തരമായി വെടിനിർത്തൽ പ്രാബല്യത്തിൽ വരുത്തുക. ഇത് ഒരു കാര്യമുണ്ട്. അതായത് അമേരിക്ക പറഞ്ഞു, നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്തു, അമേരിക്ക പറഞ്ഞത് വെടിനിർത്തൽ പ്രാബല്യത്തിൽ വരുത്തിയിട്ട് ചർച്ചകൾ തുടങ്ങണമെന്നാണ്. നിലവിൽ അമേരിക്കയുടെ ഈ ആവശ്യം അംഗീകരിച്ചാണ് ഈ നയതന്ത്ര ചർച്ചകൾ മുന്നോട്ട് പോകുന്നതെന്ന് നമുക്ക് കാണാൻ കഴിയും. പിന്നെ സാഹചര്യം ഏതായാലും അമേരിക്കയുടെ വ്യവസ്ഥകൾ 15 വ്യവസ്ഥകളായിരുന്നു നമുക്ക്, പക്ഷേ ഇറാന്റെ വ്യവസ്ഥകൾ 10 വ്യവസ്ഥകളാണ്. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അത് അംഗീകരിക്കപ്പെട്ടതോടുകൂടിയാണ് ഇപ്പോൾ ഈ 2 ആഴ്ചത്തെ വെടിനിർത്തലിലേക്ക് അമേരിക്ക എത്തിയത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്. മേഖലയിലെ എല്ലാ സംഘർഷങ്ങളും അവസാനിപ്പിക്കണം എന്ന് പറയുമ്പോൾ ലെബനൻ അടക്കമുള്ള രാജ്യങ്ങളിലെ ആക്രമണങ്ങൾ അവസാനിപ്പിക്കണം. അത് സാധ്യമാകുമോ എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണണം. ഭാവിയിലും ഇറാനെ ആക്രമിക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇറാനെതിരെയുള്ള ഉപരോധങ്ങൾ പൂർണ്ണമായും പിൻവലിക്കണമെന്ന ആവശ്യം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അങ്ങനെ വളരെ കൃത്യമായി തന്നെ ഇറാൻ തയ്യാറാക്കിയ നിർദ്ദേശങ്ങൾ പൂർണ്ണമായും അംഗീകരിച്ചുകൊണ്ടാണ് ഇത്തരമൊരു വെടിനിർത്തൽ കരാറിലേക്ക് എത്തിയിരിക്കുന്നത്. അതിന്റെ ഭാവി എന്താകും എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണണം. യഥാർത്ഥത്തിൽ എന്തിനായിരുന്നു യുദ്ധം എന്നുള്ള ചോദ്യം നമുക്കിപ്പോൾ ഈ അവസരത്തിൽ ചോദിക്കേണ്ടതുണ്ട്. എന്ത് ലക്ഷ്യമാണ് അമേരിക്ക സാധിച്ചത് എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. ഹോർമുസ് ഇറാൻ നിയന്ത്രണത്തിൽ തന്നെയാണ്. അതിൽ അമേരിക്കയുടെ ആവശ്യം പൂർണ്ണമായി ഇല്ലാതായി. ഇറാൻ നിർദ്ദേശങ്ങൾ അമേരിക്ക അംഗീകരിക്കുന്നു. നേരത്തെ പറഞ്ഞതുപോലെ ഹോർമുസ് തുറക്കുക എന്നത് മാത്രമായി അമേരിക്കയുടെ ഈ യുദ്ധം അവസാനിപ്പിക്കാനുള്ള ഒരു ഡിമാൻഡായി മാറുകയാണ്. ഒപ്പം 5000-ലധികം ആളുകൾ കൊല്ലപ്പെട്ട ഒരു യുദ്ധം എന്നുള്ളത് ഏറ്റവും നിർണായകമായ ഒരു കാര്യമാണ്. ഈ 5000-ലധികം ആളുകളിൽ ഏതാണ്ട് 1500ഓളം സാധാരണക്കാർ ഇറാനിൽ കൊല്ലപ്പെട്ടുവെന്നും കണക്കുകൾ വ്യക്തമാക്കുന്നുണ്ട്. ഇറാൻ ഭരണകൂടത്തെ പൂർണ്ണമായും തൊടാനായില്ല എന്നുള്ളത് ഏറ്റവും നിർണായകമായ കാര്യമാണ്. ആണവ സമ്പുഷ്ടീകരണത്തിൽ പിന്നോട്ടില്ല എന്ന് പ്രഖ്യാപിക്കുകയാണ് ഇറാൻ. ഒപ്പം അമേരിക്കയ്ക്ക് തിരിച്ചടിയായത് 2 കാര്യങ്ങളാണ്. ഒന്ന്, ഗൾഫ് രാജ്യങ്ങളിൽ ഇറാൻ തുടർച്ചയായി ആക്രമണങ്ങൾ നടത്തി. ഗൾഫിലെ ആ ഒരു ജീവിതക്രമത്തെ തന്നെ ബാധിക്കുന്ന വിധത്തിൽ അവിടെ വലിയ പ്രതിസന്ധി ഉണ്ടാകുന്ന വിധത്തിലെ കാര്യങ്ങൾ മാറുകയാണ്. അമേരിക്കയുടെ സഖ്യകക്ഷികളായ അമേരിക്കയുടെ താവളങ്ങളുള്ള ഗൾഫ് രാജ്യങ്ങളെ തുടർച്ചയായി ആക്രമിക്കുന്നതിലൂടെ തങ്ങളുടെ ലക്ഷ്യം വളരെ കൃത്യമായി ഇറാൻ നിറവേറ്റുകയും വലിയ പ്രഷർ അമേരിക്കയ്ക്കും ഒപ്പം നേരത്തെ പറഞ്ഞതുപോലെ മറ്റ് ഇസ്രായേലിനും മറ്റും ഉണ്ടാവുകയും ചെയ്തു. കാരണം ഞങ്ങൾ നിരപരാധികളാണ്, ഞങ്ങൾ യുദ്ധത്തിൽ നേരിട്ട് പങ്കെടുക്കാത്തവരാണ്, ഞങ്ങളെ എന്തിനാക്രമിക്കുന്നു, അതെന്തുകൊണ്ട് അമേരിക്ക പ്രതിരോധിക്കുന്നില്ല അല്ലെങ്കിൽ ഇസ്രായേൽ തടയുന്നില്ല എന്നുള്ള ചോദ്യം പലപ്പോഴും ട്രംപിന് നേരെ ഈ ഗൾഫ് രാജ്യങ്ങൾ തങ്ങൾ അമേരിക്കയെ വിശ്വസിച്ചു എന്ന് പോലും പലപ്പോഴും ഈ നേതാക്കൾ അമേരിക്കയെ അറിയിച്ചു എന്നാണ് നമുക്ക് ഈ മാധ്യമങ്ങളോട് ലഭിക്കുന്ന വിവരങ്ങൾ. അത് വലിയ തോതിൽ അമേരിക്കയെ സമ്മർദ്ദത്തിലാക്കി എന്ന കാര്യത്തിൽ സംശയമില്ല. യുദ്ധം എങ്ങനെയെങ്കിലും അവസാനിപ്പിക്കണം എന്നുള്ള നിലയിലേക്ക് ട്രംപിനെ എത്തിച്ചത് ആ വിവരം തന്നെയാണ്. മറ്റൊന്ന്, ഹോർമുസ് കടലിടുക്ക് പൂർണ്ണമായും നിയന്ത്രിച്ചുകൊണ്ട് അടച്ചുകൊണ്ടുള്ള ഇറാന്റെ നീക്കമാണ്. സംശയമില്ല, ലോകത്തിലെ എണ്ണ നീക്കത്തിന്റെ ഏതാണ്ട് 60% നടക്കുന്ന ഹോർമുസിലൂടെയാണ്. ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് വലിയ തോതിലുള്ള ഡിഫൻസിലായ പശ്ചാത്തലമുണ്ടായിരുന്നു. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.